അതെ, നമ്മളിന്ന് തൃപ്പൂണിത്തുറ അത്തച്ചമയം കാണാനായിട്ട് പോവാണ് കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണാൻ പോകുന്നതാണ് നമ്മുടെ തൃപ്പൂണിത്തുറ അത്തച്ചമയം. തൃപ്പൂണിത്തുറ നമ്മുടെ വീടും തമ്മിൽ വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല. എന്നിരുന്നാൽ പോലും ആദ്യമായിട്ട് കാണുന്നത്. കാരണം പലതുണ്ട്. കാരണം അങ്ങോട്ടേക്ക് അത്തച്ചമയത്തിൻ്റെ സമയത്തൊന്നും എത്തിപ്പെടാൻ പറ്റത്തില്ല. അത്രയ്ക്ക് തിരക്കും ബ്ലോക്കും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് വരാനും പറ്റത്തില്ല. ഇപ്രാവശ്യം എന്തായാലും വലിയ ആഗ്രഹമായിരുന്നു നമ്മുടെ തൃപ്പൂണിത്തുറ അത്തച്ചമയം കാണണമെന്നാണ്. അതുകൊണ്ട് വന്നതാണ്. മറിയാമ്മേനെ ഒന്ന് കാണിച്ചു കൊടുക്കുക, അതാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം. അവൾക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ വരുമ്പോൾ ഈ ആനിമൽസിൻ്റെയൊക്കെ വേഷം കെട്ടിയിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് ഓർത്ത് വന്നതാണ്. മറിയത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സംഭവം എന്നാണെന്നറിയോ, നമ്മളുടെ ഈ നൈട്രജൻ ബലൂൺ ഉണ്ടല്ലോ, അതിങ്ങനെ ആനയുടെ ഷേപ്പിലൊക്കെ ആയിട്ട് കണ്ടു. പുള്ളിക്കാരി ഫസ്റ്റ് അതേ കണ്ടത്. അത് കണ്ടതും അത് വേണമെന്നും പറഞ്ഞിട്ട് അത് വേണം, അതാണ് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ. എനിക്കും ഈ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായി. പക്ഷേ മൊത്തം കാണാനായിട്ട് പറ്റിയില്ല. കാരണം എന്നാന്ന് വെച്ചാൽ നല്ല വെയിലായിരുന്നു. നല്ല വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിലായിരുന്നു. മഴയൊക്കെ മാറിയിട്ട് നല്ല ചൂടായിരുന്നു. അപ്പോൾ ഒരുപാട് സമയം നിൽക്കാനായിട്ട് പറ്റിയില്ല. പക്ഷേ എന്നാലും സംഭവമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പല പല പരിപാടികളുണ്ടായിരുന്നേ. ഈ കണ്ടോ, ഇത് വന്ന് ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ അടുത്തേക്ക് ഇങ്ങ് വന്നു. ഞാൻ പേടിച്ചു പോയി കേട്ടോ. സംഭവം അറിയാം, മനുഷ്യന്മാരാണ്. പക്ഷേ എന്നാൽ പോലും പേടിച്ച് പോയി കേട്ടോ. ഇത് പിന്നെ കാളയാണേ. കാളയും സംഭവങ്ങളും തെയ്യവും കഥകളിയും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പറ്റുകയാണെങ്കിൽ പറ്റുന്ന സന്ദർഭങ്ങളിലൊക്കെ ഇനിയും കാണണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. മുഴുവൻ കാണണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. ഇതൊക്കെ നേരിട്ട് കണ്ടപ്പോൾ വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു. സന്തോഷമായി. കാരണം കാണാൻ ആഗ്രഹിച്ചൊരു സംഭവം നേരിട്ട് കണ്ടപ്പോൾ എല്ലാവർക്കും അങ്ങനെയല്ലേ സന്തോഷമായി. ഇത് കണ്ടില്ല നമ്മുടെ ഡാഗിനിയും കുട്ടൂസിനും ഒക്കെ, അത് കണ്ടപ്പോൾ മറിയാമ്മയ്ക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിപ്പോയി. ഇതെന്താ സംഭവം എന്നായിപ്പോയി. കാരണം പുള്ളിക്കാരി കാട്ടുകളിൽ കാണുന്ന ആൾക്കാരാണല്ലോ. ഇതാണ് കേട്ടോ നമ്മുടെ മറിയാമ്മയുടെ എലിഫൻറ്റ്